നമസ്കാരം. പോലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി സേവന സന്നദ്ധരായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്നാണ്. അവർ യൂണിഫോമിലായത് അവർ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. മാത്രമല്ല, സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മാരകമായ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇപ്പോഴത്തെ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ച് അമർച്ച ചെയ്ത് ജനങ്ങളെ ജീവിക്കാൻ വിടുക, അല്ലെങ്കിൽ സുഗമമായി അവർക്ക് ജീവിക്കാൻ കഴിയുക, അതിനുവേണ്ടി വഴിയൊരുക്കുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പണിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്സൈസും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേരെ ദിവസവും പിടിക്കുന്നുണ്ട്, അവരിൽ നിന്ന് മാരക ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ട്, അവരെ ജയിലിൽ അടയ്ക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ ഈ വിധത്തിലൊക്കെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസുകാരിൽ ചിലരെങ്കിലും കള്ളന്മാരും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം, സാധാരണക്കാരായ ചിലരൊക്കെ പെട്ടുപോകുന്നവരോ പെടുത്തുന്നവരോ ആയിട്ടുള്ളവരുടെ പോലും ജീവിതം താറുമാറാകുന്നതും അല്ലെങ്കിൽ തങ്ങളായിട്ട് അതിന് അവസരം ഒരുക്കുന്നതും അങ്ങനെ അവർ നട്ടം തിരിയുന്നതും കണ്ട് ആസ്വദിക്കുന്ന ഭ്രാന്തന്മാരായിട്ടുള്ള വട്ടന്മാരായിട്ടുള്ള മാനസിക രോഗിയായിട്ടുള്ള ചില പോലീസുകാരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് എന്നത് മറന്നു പോകരുത്. അത്തരത്തിലുള്ള ചിലരെയൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് കാണാനിടയായി. പ്രതിസ്ഥാനത്തേക്ക് പിടിക്കുക, ചെറിയ കേസായിരിക്കാം, സ്റ്റേഷൻ ജാമ്യം കിട്ടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പോരുന്നതായിരിക്കാം. അതിനപ്പുറത്തേക്ക് റിമാൻഡിലേക്കോ മറ്റോ പോകാത്ത കേസുകൾ പോലും ഈ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവർ ഇനി ഒരിക്കലും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന മട്ടിൽ അവരുടെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുകയും ആ രീതിയിൽ ഈ ബന്ധപ്പെട്ടവരോട് പെരുമാറുകയും ഇങ്ങനെ കുടുങ്ങിയ സാധുക്കളോട് പെരുമാറുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന വലിയൊരു ഭാഗം പോലീസുകാരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം പോലീസ് സേനയിൽ ഒരുപാട് മാനസിക രോഗികളുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർക്കാൻ, മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിന് സുരക്ഷ ഒരുക്കാൻ തയ്യാറെടുത്ത് യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെ ഇത്തരത്തിലുള്ള മാനസിക രോഗികളെ നിലനിൽക്കുന്നതിൽ വളരെ ഖേദം എനിക്കുമുണ്ട്. അതിനിടയിലാണ് കള്ളന്മാരായിട്ടുള്ള പോലീസുകാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ പോലീസ് സേന ഒരു ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ, 24 മണിക്കൂർ പോലീസ് സേന ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൽ ഓരോ പോലീസുകാരന്റെയും വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതിനിടയിലാണ് ചിലർ കള്ളന്മാരായി മാറുന്നത്. ചില യുവാക്കളെ ജീവിതം എന്നേക്കുമായി നരകത്തിലേക്ക് ഇടുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ കേസിൽപ്പെട്ട് അല്ലെങ്കിൽ കേസിൽപ്പെടുത്തി അകത്താക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവനും ജീവിതവും അതുവരെ ഉണ്ടാക്കി വന്ന കെട്ടിപ്പടുത്തു വന്ന സാഹചര്യങ്ങളും ഒക്കെ തച്ചുടയ്ക്കപ്പെടുമ്പോൾ അവരിൽ വലിയൊരു ഭാഗം പിന്നീട് ലഹരിക്കടത്തുകാരായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളായിട്ടും മാറുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ചേർത്ത് വെക്കണം. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ യുവാക്കൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ല. തൊഴിൽ സൗകര്യങ്ങളില്ല, മറ്റു സാഹചര്യങ്ങളില്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ടു പോകുന്ന വലിയൊരു ഭാഗമാണുള്ളത്. അതിന് കഴിയാത്ത ചിലർ, ഇവിടെ നിന്ന് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്ത, അതിനുള്ള ദമ്പടി ഇല്ലാത്ത ആൾക്കാർ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ നുണുക്കുവിദ്യകൾ എന്ന് പറഞ്ഞാൽ ലഹരിക്കടത്തും കഞ്ചാവ് കടത്തും ഒക്കെയായി കൂടി സാമൂഹ്യ ദ്രോഹികളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം, എല്ലാവരും ഒന്നും പറയാൻ പറ്റൂല. അവർക്കിടയിലേക്കാണ് യൂണിഫോം ഇട്ട ചില കള്ളന്മാർ വരുന്നത്. കഴിഞ്ഞ 19-ാം തീയതി തീവണ്ടി തട്ടി ഒരു ഉത്തരേന്ത്യൻ സ്വദേശി മരണപ്പെടുന്നു. ഒരു മലയാളിയല്ല, മറ്റൊരാൾ മരണപ്പെടുന്നു. അയാള് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി അയാളുടെ ബാഗ് കണ്ടെത്തി. ആ ബാഗിൽ കുറച്ച് പണമുണ്ട്, കുറച്ച് സ്വർണമുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം GD എൻട്രിയിൽ കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി അത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചു. മറ്റു കാര്യങ്ങളൊക്കെ അതിനെ മുറക്കി നടന്നു. എന്നാൽ ഇത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് തുകയൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് 3000 രൂപ ഒരു പോലീസുകാരൻ മോഷ്ടിച്ചു. ഈ പണം വിട്ടുകൊടുക്കുമ്പോൾ ഒരു പക്ഷേ എണ്ണില്ല എന്ന് കരുതിയിട്ടുണ്ടാകാം. GD എൻട്രിയിൽ രേഖപ്പെടുത്തിയ പണം, അതിൽ നിന്ന് 3000 രൂപ മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ സലീം എന്ന് പറയുന്ന ആ പോലീസുകാരന്റെ മനോനില എത്രയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. മരിച്ചുപോയ ഒരു ചങ്ങാതി കഷ്ടപ്പെട്ടുണ്ടാക്കി ആ പണം മോഷ്ടിക്കാൻ മാനസികമായി യാതൊരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന പോലീസുകാർ, ഇത്തരത്തിലുള്ള പോലീസുകാരും പോലീസ് സേനയിലുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിലേക്കാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള സാധുക്കൾ ചെന്ന് നിൽക്കേണ്ടി വരുന്നത്. അവരുടെ സ്വത്തും ഈ 3000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആക്രാന്തം കാണിച്ചിട്ടുള്ള, മോഷ്ടിച്ചെടുത്തിട്ടുള്ള കള്ളനായിട്ടുള്ള ഈ പോലീസുകാരൻ, അയാൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പെറ്റി കേസിലോ മറ്റോ പെട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രതിസ്ഥാനത്ത് നിന്നുപോയ ഒരുത്തന്റെ ജീവിത സാഹചര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുമോ അതോ നന്നാക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ നന്നാക്കാൻ ശ്രമിക്കില്ല, തകർക്കാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം അതിന് അസൂയ. അവന് പണമുള്ളവൻ ഇവന് അസൂയ ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചുപോയ ഒരുത്തൻ ഉണ്ടാക്കി വെച്ച പൈസ,
GD രേഖപ്പെടുത്തിയ പൈസ മോഷ്ടിക്കാൻ ഈ പോലീസുകാർ നിൽക്കില്ലല്ലോ. ഏതായാലും അന്യസംസ്ഥാനക്കാരനായ ആ ചങ്ങായി തീവണ്ടി തട്ടി മരിച്ചപ്പോൾ അതിൽ നിന്ന് 3000 രൂപ, കുറെ തുക ഉണ്ടായിരുന്നു, അതിൽ 3000 രൂപ അടിച്ചു മാറ്റിയ ഈ യു സലീം എന്ന് പറയുന്ന ആ പോലീസുകാരൻ കേരളത്തിന്റെ മറ്റ് കള്ളന്മാരായിട്ടുള്ള പോലീസുകാർക്ക് ഒരു മാതൃകയാണ്. ഏതായാലും ആലുവ SI യു സലീമിനെ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ പോലീസുകാരെല്ലാം ബുദ്ധിമാന്മാരാണ്. കള്ളന്മാരല്ലാത്തവരെ കള്ളന്മാരാക്കാനും ചിലരെയൊക്കെ കൊടുക്കാനും അവരുടെ ടാർഗറ്റ് തയ്ക്കാനും ചിലരെയെങ്കിലും രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനും രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാനും. എന്നാൽ ഇതിനെല്ലാം പുറമെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി ജോലി ചെയ്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ രാഷ്ട്രബോധത്തോടെ പൗരബോധത്തോടെ ജോലി ചെയ്തുകൊണ്ട് അവരുടെ കൃത്യനിർവഹണത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്തെ സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സേന എന്തായാലും ഇവിടെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് പറയുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ പരിശോധിക്കുന്ന സമയത്ത് യു സലീം ഇതിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുറ്റമറ്റ കാര്യക്ഷമതയുള്ള പൗരബോധമുള്ള പോലീസുകാരുടെ ഇടയിൽ ഇതുപോലൊരു കള്ളൻ ഉണ്ടെങ്കിൽ ആ കള്ളൻ ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? CCTV ഉണ്ട്, ഇത് കാണും, GD രേഖപ്പെടുത്തിയതാണ്, നാളെ എണ്ണിക്കഴിഞ്ഞാൽ പിടിക്കും, അപ്പോൾ സ്വാഭാവികമായി ഞാനും അതിൽ പ്രതിയാകും എന്ന് പോലും ബോധമില്ലാത്ത ഇവനെയൊക്കെ എങ്ങനെയാണ് പോലീസ് സേനയിൽ എടുത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നല്ല കുറെ പോലീസുകാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരെയൊക്കെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് പേരുദോഷം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കളവ് നടത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോ സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതിനേക്കാളും വലിയ കളവ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അയാളെ നിയമിക്കുമായിരിക്കും. ഇനി അതാണല്ലോ വരുന്നത്. മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ മോഷണം നടത്തുന്നതിന്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം കൂട്ടിക്കൊടുത്ത് SI ഒരു പക്ഷേ CI ആയി മാറ്റുമായിരിക്കും. അതാണ് പൊതുവെ കണ്ടുവരുന്നത്. Different angles. Don't forget to subscribe and support this channel.